റീസെൻ്റ്ലി സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഓരോ ഉപഭോക്താവിൻ്റെയും ഏറ്റവും വലിയ പേടിയാണ് അവരുടെ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ ഫോണിലെങ്കിലും ഒരു ഗ്രീൻ ലൈനെങ്കിലും ഉണ്ടാവും. യെസ് ഗൈസ്, സ്മാർട്ട് ഫോണുകളുടെ അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേകൾ അടിച്ചു പോകുന്നു, ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വരുന്നു, മദർ ബോർഡുകൾ അടിച്ചു പോകുന്നു. അടിച്ചു പോകുന്നതിലുപരി നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടിച്ചു പോകുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും വാറന്റിക്ക് പുറത്താണ്. ആൻഡ് ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ സർവീസ് സെന്ററുകളിൽ കൊണ്ടുപോയിട്ട് പുതിയ ഒരു ഡിസ്പ്ലേ ചോദിക്കുമ്പോൾ അതിന് പറയുന്ന പ്രൈസ് ആ ഒരു സ്മാർട്ട് ഫോൺ പുതിയത് മേടിക്കുന്നതിനേക്കാൾ കൂടുതലുമാണ്. സോ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന് ഗ്രീൻ ലൈൻ വന്നവരും ഫോൺ അടിച്ചുപോയവരും പോയി കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാത്തത്? എങ്ങനെയാണ് ബ്രാൻഡുകൾ ഈ ലയബിലിറ്റിയിൽ നിന്നും സുഖമായിട്ട് അഴിഞ്ഞു പോകുന്നത്? ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ഡാമേജുകൾ വരുന്നത്? സോ ബേസിക്കലി സ്മാർട്ട് ഫോൺ ഏതുമായിക്കോട്ടെ, ഇത് ജസ്റ്റ് ഒരു ഹാർഡ്വെയർ ആണ്. ഒരു സ്മാർട്ട് ഫോണിനെ സ്മാർട്ട് ആക്കുന്നത് അതിനകത്തോടുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ സോഫ്റ്റ്വെയർ ഇല്ലാത്തൊരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കൈ കൊണ്ടുപോയി തന്നു കഴിഞ്ഞാൽ അതൊരു പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയറുകളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനും പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരാനുമായിട്ട് ബ്രാൻഡുകൾ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ആൻഡ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് CPR കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ്. അതായത് ഒരു സ്മാർട്ട് ഫോണിന്റെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിനെ മുഴുവനായി നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്ന് അതിനെ ഈ പഴയ സോഫ്റ്റ്വെയറുമായിട്ട് മെർജ് ചെയ്ത് ഇതിനകത്തുള്ള ഹാർഡ്വെയറുമായിട്ട് ഒരുമിപ്പിച്ച് സ്മൂത്ത് ആയിട്ട് ഈ ഹാർഡ്വെയറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ റിക്കവറി പ്രോസസ്സാണ്. ഒരു സർജറി ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ICUവിൽ എന്താണോ അനുഭവിക്കുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ് സ്മാർട്ട് ഫോൺ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊള്ളുമ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പാളിൽ പറ്റിക്കഴിഞ്ഞാൽ ആ സ്മാർട്ട് ഫോണിന്റെ കാര്യം ഗതാഹവ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആപ്പിളിന് ഒരു വലിയ ലോസ് സ്യൂട്ട് കിട്ടിയായിരുന്നു. പഴയ ഐഫോണുകൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തതിനെ സ്ലോ ആക്കുന്ന ഒരു പരിപാടി. എന്നാൽ ഈ ഒരു സ്ലോ ആയത് 1-2 ഫോണുകളിലല്ല, അപ്ഡേറ്റ് ചെയ്ത എല്ലാ ഫോണുകളും സ്ലോ ആയി. ആൻഡ് ആപ്പിൾ പറഞ്ഞത് ഇത് ബാറ്ററി ലാഭിക്കാൻ വേണ്ടിയാണ് എന്നാണ്. പക്ഷേ ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടായ ഒരു അനുഭവമാണ്. ആൻഡ് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ആ ഒരു കോഡിൽ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കോഡാണല്ലോ, ആ ഒരു കോഡിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അത് സുഖമായിട്ട് പ്രൂവ് ചെയ്യാനും വാദിച്ച് ജയിച്ച് ആപ്പിളിന് വലിയ ലോസ് ഒട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ നമ്മുടെ കേസിൽ ഇപ്പോൾ ഗ്രീൻ ലൈനുകളും ഡിസ്പ്ലേ അടിച്ചു പോകുന്ന കാര്യങ്ങളും വരുമ്പോൾ അവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 1,00,000 ആൻഡ്രോയിഡ് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അതിൽ ചുരുക്കം 100-200 ഫോണുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ഇഷ്യൂസ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ സ്മാർട്ട് ഫോൺ കമ്പനി തന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അടിച്ചു പോകുമെന്ന് 100% പറയാനായിട്ട് പറ്റാത്തത്. സോ ഈ ഒരു കാര്യം കൊണ്ട് ആ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് എൻ്റെ ഫോൺ കേടാക്കിയത് എന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, അതേ മോഡൽ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലുള്ളതെങ്കിലും ഈ 2 സ്മാർട്ട് ഫോൺസും ചിലപ്പോൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2 പ്ലാന്റിലായിരിക്കും. ഇനി 2 പ്ലാന്റിലല്ല, ഒരേ പ്ലാന്റിലാണെങ്കിൽ പോലും അതിനകത്ത് വന്നിരിക്കുന്ന കോമ്പോണൻസ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പല പ്ലാന്റുകളിലായിരിക്കും. ആൻഡ് ഈവൻ ഒരേ പ്ലാന്റിൽ മാനുഫാക്ചർ ചെയ്ത പല കോമ്പോണൻസിന് പല രീതിയിലുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഉണ്ടാവും. ആൻഡ് ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ മൈക്രോസ്കോപ്പിക് ഡിഫക്റ്റുകളാണ്. സോ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കുന്നതിന് മുന്നേ അത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവർ ടെസ്റ്റ് ചെയ്യുന്നത് അടുത്ത 1 കൊല്ലത്തേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു സെറ്റ് ഓഫ് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് അവർ നോക്കുന്നത്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ സ്മാർട്ട് ഫോണുകളും 1 കൊല്ലത്തേക്ക് യാതൊരു പ്രശ്നമില്ലാതെ ഓടും എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഇറക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ബ്രാൻഡുകൾ 1 കൊല്ലത്തെ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ 1 കൊല്ലത്തിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. കാരണം അവർ ഒരു കൺട്രോൾഡ് എൻവറോൺമെന്റിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ 1 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കേസുകളിലും ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് തരുന്ന പരിപാടി ഉണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത് ഈ സ്മാർട്ട് ഫോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, സ്മാർട്ട് ഫോണിന്റെ അകത്തുള്ള ബോർഡുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ ഉപയോഗിച്ചാണ്. ഈ മെറ്റലിന്റെ പ്രശ്നം എന്താണെന്നറിയോ? മെറ്റൽ എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യും. അതെന്തുമായിട്ടും റിയാക്ട് ചെയ്യാം. അത് ഹീറ്റായിട്ട് റിയാക്ട് ചെയ്യാം, മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്യാം, തണുപ്പായിട്ട് റിയാക്ട് ചെയ്യാം, പ്രഷർ റിയാക്ട് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ 2 പേര് എടുക്കുവാണെങ്കിൽ 2 പേരും ഒരേ സ്മാർട്ട് ഫോൺ 1 കൊല്ലത്തേക്ക് ഉപയോഗിക്കുവാണെങ്കിൽ അതിനുശേഷം ഇത് പൊളിച്ചു നോക്കി ഹാർഡ്വെയർ ലെവലിലേക്ക് നോക്കുമ്പോൾ എൻ്റെ സ്മാർട്ട് ഫോണിൽ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള ഹാർഡ്വെയർ സിറ്റുവേഷൻ ആയിരിക്കില്ല മറ്റേയാളുടെ ഫോണിലുള്ള ഹാർഡ്വെയർ സിറ്റുവേഷൻ. എല്ലാത്തിൻ്റെയും ഉള്ളിൽ മൈക്രോ ഡാമേജസ് ഉണ്ടാവും. ശരിയാണ്, പല ആൾക്കാരും ഈ ഒരു ഗ്രീൻ ലൈൻ വരുമ്പോൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇത് ഞാൻ താഴെ പോലും ഇട്ടിട്ടില്ല എന്നിട്ടും എനിക്ക് ഗ്രീൻ ലൈൻ വന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, സ്മാർട്ട് ഫോൺ താഴെ ഇടേണ്ട കാര്യമില്ല. ഉദാഹരണം, നിങ്ങളിപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ GPS വെച്ച് ഫോൺ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു കുലുക്കം മതി സ്മാർട്ട് ഫോണിനെ ഡാമേജ് ചെയ്യാൻ. എന്നാൽ കാറിലാണ്, ഡാഷ്ബോർഡിലാണ് ഫോൺ ഇട്ടേക്കുന്നത്, ആ ഒരു വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് മതി ഡാമേജ് ആവാൻ. ഒന്നും വേണ്ട, നിങ്ങൾ പോക്കറ്റിലിട്ടാണ് നടക്കുന്നത്, നിങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ബസ് ഒരു കട്ടർ ചാടിക്കഴിഞ്ഞാൽ അതും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ
ഉള്ളിലുള്ള കാര്യങ്ങളെ ഇമ്പാക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ സ്മാർട്ട് ഫോൺ താഴെ ഇട്ടിട്ട് പോലുമില്ല, എന്നിട്ടും എൻ്റെ സ്മാർട്ട് ഫോണിന് ഡാമേജ് വന്നു, അതെങ്ങനെ എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ഇനി സെക്കൻഡ്ലി ഫേം വെയർ ഡിഫറൻസുകൾ. ഓരോ സ്മാർട്ട് ഫോണുകളുടെയും അകത്ത് ചെറിയ ചെറിയ പ്രോസസ്സേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചിപ്പുകളുണ്ട്. ഈ ചിപ്പുകൾ എന്ന് പറയുന്ന ഹാർഡ്വെയറുകളാണ്, അതിനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഒരു സോഫ്റ്റ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ വേണം. അതിനെയാണ് നമ്മൾ ഫേം വെയർ അല്ലെങ്കിൽ ഡ്രൈവർ എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഡ്രൈവർ ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അത് സോഫ്റ്റ്വെയറിന് കമാൻഡുകൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ ഫേം വെയർ ഹാർഡ്വെയറുമായിട്ട് എത്ര നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളത് ആ ഒരു ഹാർഡ്വെയറിന്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. സോ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ചിപ്പിനകത്തുള്ള ഫേം വെയർ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ചിപ്പിനകത്തുള്ള ഫേം വെയറുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. 0 എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഇല്ല, 1 എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഉണ്ട്. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും വേരിയേഷൻസ് ഉണ്ടാവും, ഈവൻ ദോ രണ്ടും സെയിം ചിപ്പ് ആണെങ്കിലും. അതിപ്പോൾ നിങ്ങളുടെ എൻവറോൺമെന്റ് അനുസരിച്ച് ഇപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് പോയി, ചൂടിൽ നിന്ന് നമ്മൾ തണുപ്പിലേക്ക് പോയി എന്നിങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ എഫക്ട് ചെയ്യും. ഈവൻ ഇതിന് പ്രൊലോങ്ഡ് ആയിട്ട് ഹെവി ആയിട്ട് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഗെയിം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വ്യത്യാസങ്ങൾ വരും. സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര പേര് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വൈഫൈയിൽ മുഴുവൻ പാക്കേജ് ഒറ്റയ്ക്ക് ഡൗൺലോഡ് ചെയ്യാറുണ്ട്? ഒട്ടുമിക്ക ആൾക്കാരെ ഫോണിലും ഓട്ടോ അപ്ഡേറ്റ് ഓൺ ആയിരിക്കും. ആൻഡ് എപ്പോഴാണോ നെറ്റ് വരുന്നത്, ഇപ്പോൾ മൊബൈൽ ഡേറ്റ ആയിക്കോട്ടെ വൈഫൈ ആയിക്കോട്ടെ, ഈ സാധനം ഡൗൺലോഡ് ആവുന്നു. ചിലപ്പോൾ 100% ഒരുമിച്ച് ഡൗൺലോഡ് ആവാനായിട്ട് പറ്റാത്ത സ്ഥിതിയും വരും. സോ 50% ഇപ്പോൾ ഡൗൺലോഡ് ആയി, 50% പിന്നീട് ഡൗൺലോഡ് ആയി. ഈ ഡൗൺലോഡുകൾ നടക്കുന്ന സമയത്ത് അവിടെ പാക്കറ്റ് ലോസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു സിനിമയാണ് ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ ആ സിനിമ മുഴുവനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് 1-2 പാക്കറ്റുകൾ ലോസ് ആവും. പാക്കറ്റ് എന്ന് പറയുന്നത് ചെറിയ ഡേറ്റ. സോ നിങ്ങൾ ഈവൻ ദോ 100% ആ ഒരു അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തുവെങ്കിലും അതിനകത്ത് ചിലപ്പോൾ 1-2 കറപ്റ്റഡ് ഫയലുകൾ ഉണ്ടാവാം. ആൻഡ് ഈ ഒരു കറപ്റ്റഡ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഈ ഒരു സിസ്റ്റത്തിന് വായിക്കാൻ പറ്റാത്ത ഫയലുകൾ ഉണ്ടെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ വായിക്കാൻ പറ്റാത്ത ഫയലുകളായിരിക്കും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നെറ്റ് മാത്രമല്ല, നിങ്ങൾ ഏത് ഇന്റർനെറ്റ് പ്രൊവൈഡറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു ആൻഡ് ഏത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ്, ഫൈബർ ആണോ, കോആക്സിയൽ ആണോ, അല്ല എയർ ആണോ, അതിലുപരി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള വോൾട്ടേജ് ആഡിക്വേറ്റ് ആണോ, നിങ്ങൾ ബാറ്ററിയിൽ വെച്ചാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്, ബാറ്ററി ലോ ആണോ, ബാറ്ററി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ടോ, നിങ്ങൾ പവറിൽ കുത്തിയിട്ടാണോ യൂസ് ചെയ്യുന്നത്? കാരണം ഇടയ്ക്കിടയ്ക്ക് സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് റാൻഡം കോമ്പോണന്റ് ഫെയിലിയറുകൾ ഉണ്ടാവാം. ഇപ്പോഴൊക്കെ നമ്മൾ സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാണാറില്ല. ആദ്യം മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നു, ചൂടാവുമ്പോഴത്തേക്ക് സ്മാർട്ട് ഫോണിൻ്റെ CPU പെർഫോമൻസ് കുറച്ച് CPU രക്ഷിക്കാനായിട്ട് ട്രോട്ടിൽ ചെയ്യുന്ന സാധനം. ഇത് CPU മാത്രമല്ല, ഒട്ടുമിക്ക ചിപ്പുകളുടെ അകത്തുണ്ടാവും പ്രൊട്ടക്ഷൻ. അതായത് ഈ ഒരു ചൂട് കൂടിക്കഴിഞ്ഞാൽ ആ ചിപ്പ് അടിച്ചു പോകാതിരിക്കാനായിട്ട് വോൾട്ടേജ് അങ്ങനെ അണ്ടർ വോൾട്ടേജ് ഒക്കെ, കറണ്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം ഷട്ട് ഡൗൺ ചെയ്യുക. ഇങ്ങനത്തെ റാൻഡം ഓൺ ഓഫുകൾ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആൻഡ് ഏതെങ്കിലും അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം എന്തെങ്കിലും ഒരു സാധനം റാൻഡംലി ഓഫ് ആയിരുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പ്രശ്നം വരാം. എന്തിന് ഓൾറെഡി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ പോലും ഈ ഒരു കാര്യത്തിന് പങ്കുവയ്ക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു വൈറസ് കയറിയെങ്കിൽ ആ ഒരു വൈറസ് ഇപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കോഡാണ്. ആൻഡ് ഈ കോഡിന് ഓൾറെഡി OSലുള്ള കോഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്. ആൻഡ് ഈവൻ ദോ കോർ ആയിട്ടുള്ള കോഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ചില സമയത്ത് ചില ആപ്ലിക്കേഷൻസിന് ചില മാലിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് 1-2 ലൈൻസ് ഓഫ് കോഡ് ആക്സസ് ചെയ്തു ഓൾട്ടർ ചെയ്തുവെങ്കിലും പ്രശ്നമാവും. ആൻഡ് പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്ത് ഇമീഡിയറ്റ്ലി ലൈൻ വരണമെന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കാം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ ഓഫ് കോഡ് കവർ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സമയത്തായിരിക്കും ഇത് ട്രിഗർ ആവുന്നത്. എന്തിന് ഈവൻ നിങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്തിരിക്കുന്ന റിബൺ കേബിളുകൾ ഉപയോഗിച്ചാണ്. ആൻഡ് ഈ ചെറിയ റിബൺ കേബിൾ ഭയങ്കര ചെറുതാണ്. ആൻഡ് അത് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ലൂസ് കോൺടാക്റ്റുകൾ വരാം. അതിന് പുതിയ സ്മാർട്ട് ഫോൺസിൽ വരില്ല എങ്കിലും പ്രൊലോങ്ഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ ആ ഒരു മെറ്റൽ കോൺടാക്റ്റുകളെല്ലാം ഓക്സിഡൈസ് ആവാം. ഓക്സിഡൈസ് ആയിക്കഴിഞ്ഞാൽ തമ്മിലുള്ള കണക്ഷൻസ് സ്ലോ ആവും. സോ ഫിസിക്കലി ഇങ്ങനെ ഊരിക്കളയണമെന്നില്ല, ചെറിയ രീതിയിൽ ഇടയിൽ ഓക്സിഡേഷൻ വന്നു കഴിഞ്ഞാലും ആ ഒരു കോൺടാക്ട് പ്രോപ്പർ അല്ലെങ്കിൽ അവിടെ വോൾട്ടേജ് ഡിഫറൻസ് വരും. ആൻഡ് ഈ ഗ്രീൻ ലൈനിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിഫറൻസ് ആണ്. അതായത് നോർമലി ഇത് വരുന്നത് ഓരോ ഡിസ്പ്ലേസിലാണ്. ആൻഡ് ആ ഒരു ഓരോ ഡിസ്പ്ലേസിൽ നമുക്ക് പിക്സൽ അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് ഒരു ഗ്രീൻ ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, ഒരു റെഡ് ഉണ്ട്. സോ ഈ ഗ്രീൻ ബ്ലൂ റെഡ് അങ്ങോട്ട് മാറി മാറി കത്തിയാണ് പല കളർ ഉണ്ടാവുന്നത്. അതിൽ ഈ റെഡും ബ്ലൂക്കും ഓവറായിട്ട് വോൾട്ടേജ് കൊടുത്ത് അത് അടിച്ചു പോയി കഴിഞ്ഞാൽ ഗ്രീന് മാത്രം ആ ഒരു ഓവറായിട്ടുള്ള വോൾട്ടേജ് സർവൈവ് ചെയ്തു എങ്കിലാണ് ആ ഒരു പച്ച വരയായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. ഇനി അതിലുപരി ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യുന്ന ഡ്രൈവർ IC ഉണ്ട്. ആ ഒരു ഡ്രൈവർ ICക്ക് ഓവറായിട്ട് വോൾട്ടേജ് പോയി അണ്ടറായിട്ട് വോൾട്ടേജ് പോയാലും ഈ പ്രശ്നം വരും. ആൻഡ് ഈവൻ ബോർഡിൽ നമുക്ക് T-Con ഉണ്ട്, ടൈമർ കൺട്രോളർ. ഈ ടൈമർ കൺട്രോളറിനും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വരും. ഈവൻ പിക്സൽ ഫെയിലിയർ, സബ് പിക്സൽ ഫെയിലിയർ, ഇലക്ട്രിക്കൽ പാത്വേ മാൽ ഫംഗ്ഷൻ, അൺഈവൻ ആയിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ, ഈവൻ പ്രഷർ ഡാമേജ്. ഇപ്പോൾ നിങ്ങൾ പാനിൻ്റെ ബാക്ക് പോക്കറ്റിലാണ് ഫോൺ ഇടുന്നത്, നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ആ ഒരു ചെറിയൊരു മൈക്രോ ബെൻഡ് വന്നാൽ പോലും ഡാമേജ് ആവും. ആൻഡ് ഈവൻ നിങ്ങൾ UV സ്ക്രീൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ലിക്വിഡ് ഒന്നുള്ളിൽ കൂടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോർട്ടിൽ കൂടെയോ അല്ലെങ്കിൽ സൈഡിലുള്ള ബട്ടൺസിൽ കൂടെ ഉള്ളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ പോലും ഡാമേജുകൾ വരും. ആൻഡ് ഇതിലെല്ലാം ഉപരി സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചാർജറുകൾ, ഒഫീഷ്യൽ ചാർജറുകൾ തരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ചാർജറിന് എത്രത്തോളം പ്രോപ്പറായിട്ട് ആ ഒരു വോൾട്ടേജ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതിനെ വരെ ഡിപ്പെൻഡ് ചെയ്യും. സോ നിങ്ങൾ ആ ഒരു ബ്രാൻഡ് പറഞ്ഞ്
പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ ചാർജർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, വേറൊരു ചാർജറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈവൻ എന്തോ ആ ഒരു ചാർജർ പ്രോപ്പർ ആണെങ്കിലും അതിൽ ചെറിയ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വരുന്ന KSEBിന് ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷൻ കാരണം അതിനകത്തും അതും ഇലക്ട്രിക്കൽ കോമ്പണൻ്റ് ആണ്, ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ വന്നാൽ അത് കേബിളിൽ കൂടെ പോയി ആ ഒരു കേബിളിൻ്റെ കോൺടാക്ട് പ്രോപ്പർ അല്ല, അവിടെ വോൾട്ടേജ് വേരിയേഷൻ വരുവാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ICയിലേക്ക് പോയി സ്മാർട്ട് ഫോണിൻ്റെ ICക്ക് ആ ഒരു വോൾട്ടേജ് വേരിയേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് എർത്ത് ലീക്കായി മറ്റ് കോമ്പോണൻസിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് ഡാമേജ് വരാം. ആൻഡ് ഇത്രയും ഡാമേജുകൾ വരാനായിട്ട് സാധ്യതയുള്ള ഈ ഒരു സാധനത്തിലേക്ക് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഘടകം കൊടുക്കുമ്പോൾ ഇത്രയും വേരിയബിൾസിനെ തരണം ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആവാൻ. ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം പാളിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒബ്വിയസ്ലി എന്തെങ്കിലും പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്മാർട്ട് ഫോൺ കമ്പനീനെ പോയിട്ട് നിങ്ങൾ തന്ന സ്മാർട്ട് ഫോൺ ഒരു വർഷത്തിന് ശേഷം ഒരു അപ്ഡേറ്റ് ചെയ്തപ്പോൾ അടിച്ചുപോയി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് 100% അത് അവരുടെ അപ്ഡേറ്റ് കൊണ്ട് മാത്രമാണ് അടിച്ചു പോയതെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആസ് എ ലേമൻ കൺസ്യൂമർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ആൻഡ് ആസ് പെർ കമ്പനി പോളിസി അവർ പറയുന്നത് ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ സ്മാർട്ട് ഫോൺ കുഴപ്പമില്ലാതെ ഓടും എന്നാണ്. സോ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാറ്റി തരും. ഒരു വർഷത്തിന് ശേഷം എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും യൂസർ ഹാസ് ടു ബെയർ ദ റിപ്പയർ എക്സ്പെൻസസ് എന്നാണ് അവർ പറയുന്നത്. സോ എഗെയിൻ നമ്മൾ അവരെ 100% ലയബിൾ എന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ പോലും ഈ ഒരു ക്ലോസ് വെച്ച് നമ്മളിൽ പൊട്ടും. സോ ആസ് എ കൺസ്യൂമർ ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾ കൊടുത്ത കാശിന് നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റ് കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാം. ബട്ട് ആസ് എ ബ്രാൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വർഷം വാറൻറ്റി കൊടുക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്നും എല്ലാ കൊല്ലം ഒന്നും ആരും മാറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ 1 കൊല്ലം വാറൻറ്റിയും 4 കൊല്ലം 5 കൊല്ലം 7 കൊല്ലമൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും അത്രയും കൊല്ലത്തേക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഹാർഡ്വെയറിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ വാറൻറ്റി 1 ഇയർ എന്ന് പറയുന്നത് മിനിമം 2 or 3 ഇയേഴ്സ് കൊടുക്കുക. ആൻഡ് എത്ര കൊല്ലമാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരുമെന്ന് പ്രോമിസ് ചെയ്യുന്നതോ അത്രയും കൊല്ലത്തേക്ക് നിങ്ങൾ സ്മാർട്ട് ഫോണിന് വാറൻറ്റിയും കൂടെ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ലയബിലിറ്റിയാണ്. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആസ് എ കൺസ്യൂമർ അത് മേടിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ള സാധനമല്ല, പിന്നീട് ബ്രാൻഡ് അത് നിങ്ങൾക്ക് തരും എന്ന് പ്രോമിസ് ചെയ്യുന്നൊരു സാധനമാണ്. സോ ബ്രാൻഡ് ഒരു കാര്യം നിങ്ങൾക്ക് തരുമ്പോൾ ആ ഒരു സാധനം തരുന്നത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തിപ്പെടും എന്നുള്ളതിന് 100% ഉറപ്പും ഈ ഒരു ബ്രാൻഡ് കൊടുക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ ഹാർഡ്വെയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ നോക്കിയിട്ട് ഈ കണ്ടീഷൻസിൽ പോലും ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും വരാത്ത പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫെയിൽ സേഫ് മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്ന അത്രയും കാലം നിങ്ങൾ വാറൻറ്റി അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് വാറൻറ്റി എടുക്കാനുള്ളൊരു ഓപ്ഷനെങ്കിലും കൺസ്യൂമേഴ്സിന് കൊടുക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരൊക്കെ ഗ്രീൻ ലൈനും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്ന് പെട്ടിരിപ്പുണ്ടോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് ആൻഡ് ലെങ്തി ആയിട്ടുള്ള വള സംസാര വീഡിയോ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, പറയേണ്ട കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ അത്രയുള്ള ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.